ഒരു 1-2 വർഷം മുമ്പ് നടന്ന ഡെവലപ്മെന്റ് കാര്യം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ വന്ന ഡെവലപ്മെന്റ് കാര്യം നമ്മൾ എത്ര കൊല്ലം ബാക്കിലാണ്. അതൊക്കെയാണ്. പിന്നെ ചെറിയ ഇഷ്ടം പോലെ ചെറിയ ടീം ഉണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസത്തെ ഇംഗ്ലണ്ടിന്റെ കളി കണ്ടില്ലേ? തൊട്ടിക്കളിയായിരുന്നത് പറയാണ്ടിരിക്കുന്ന നല്ല സത്യം. പണ്ട് ലെസ്റ്റർ ഒക്കെ വന്ന പോലെ അതാ ആ ഒരു സീസൺ അൺബിലീവബിൾ ആയിരുന്നു. അതെ അതെ. Hi guys, welcome to For My Football podcast. ഹായ് കിരൺ. ഹായ്. ഇന്ന് ഒരു പുതിയ അതിഥി ഉണ്ട്, മിസ്റ്റർ അനിരുദ്ധ്. ഹായ് ഗായ്സ്, ഐ എം അനിരുദ്ധ്. ഞാനൊരു ടൈ ഹാർഡ് മാൻ സിറ്റി ഫാൻ. ഫസ്റ്റ് എപ്പിസോഡിൽ എവിടെയായിരുന്നു? ഫസ്റ്റ് എപ്പിസോഡിൽ വരാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? നിങ്ങളെ തള്ളു ഞാൻ പുറത്തുനിന്ന് കേട്ടതാ. യുണൈറ്റഡ് ഫാൻസ് ഉള്ള കാര്യമല്ലേ പറയാറുള്ളൂ. നിങ്ങളുടെ പ്ലേയേഴ്സിനെ പൊക്കി അടിച്ചുകൊണ്ടുള്ള അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് ബൈ കൺഗ്രാറ്റുലേറ്റിംഗ് ടീം ഇന്ത്യ. വാട്ട് എ ഗെയിം മാൻ, വാട്ട് എ ഫൈനൽ. ആ ഫൈനൽ കണ്ടപ്പോ തരിച്ചു വന്ന് അല്ലേ? സത്യല്ലേ, വൺ ഗെയിം ആയിരുന്നു. ഞാൻ കളി കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ വിചാരിച്ചു. ലാസ്റ്റ് കൊറേ ലാസ്റ്റ് ആയപ്പോഴാണ് ക്യാപ്റ്റൻസി, വൺ കംബാക്ക്, ബുംറയുടെ ആ ഓവറും. ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു എൻ്റെ ആംഗിൾ. വി ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. പുള്ളി എന്ത് സ്ട്രഗിളിലേക്കിടെ പോകുന്നത്, പുള്ളിയുടെ ആ മെൻറ്റാലിറ്റി ഒക്കെ. പുള്ളി ഇപ്പോൾ IPL നാട്ടുകാർ മൊത്തം പുള്ളീനെ മീമും കാര്യങ്ങളൊക്കെ വെച്ച് ട്രോൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുള്ളി മറ്റേ ഡിവോഴ്സ് ആയില്ല, പ്രശ്നങ്ങൾ. പുള്ളി അത് കഴിഞ്ഞ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസിന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പുള്ളിനെ ബയോപിക് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അറിയാലോ, എന്തായാലും വരും. പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇതുപോലെ വളരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫുട്ബോൾ നമ്മളെ ലൈക് കൂണിലില്ലാത്ത ഗെയിമാണ്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മളെ ഡെമോഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പം ജോർജിയ 37 ലക്ഷം ആൾക്കാരിൻ്റെ ഒരു ചെറിയ കൺട്രി. ആ കൺട്രീൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അവര് ചെറിയ രാജ്യമാണെന്നൊന്നും കാര്യമില്ല. ചെറിയ രാജ്യമാകുമ്പോ ഈ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഇത് കുറയും. മെയിനായിട്ട് ഇന്ത്യന്റെ പോപ്പുലേഷൻ, അതാണ് മെയിനായിട്ട് ഇന്ത്യൻ്റെ പോപ്പുലേഷൻ. ഇന്ത്യൻ പോപ്പുലേഷൻ അതൊരു മേജർ ഫാക്ടറാണ്. അതിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യൽ അത്ര ഈസി ടാസ്ക് അല്ല. പക്ഷെ ക്രിക്കറ്റിൽ അത് നടക്കുന്നുണ്ട്. കാരണം IPL പോലത്തെ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ഹൈ ലെവൽ ടൂർണമെന്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് ലൈക്ക് പ്ലേയേഴ്സ് എത്തുന്നു. അതിന്റെ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട്. പക്ഷെ 10 വർഷമായിട്ട് ലെവലിലേക്ക് ഒരു സിസ്റ്റം വന്നില്ല. ഗ്രാസ് റൂട്ട് ഒക്കെ തുടങ്ങി എല്ലാവരും. ഇപ്പം ഫോർ എക്സാമ്പിൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ മേജർ ഒരുപാട് പുതിയ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് പുതിയ ലീഗ്സ് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ. സൂപ്പർ ലീഗ് പൃഥ്വിരാജിന്റെ സൂപ്പർ ലീഗ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സൂപ്പർ ലീഗിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന് വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് ഏതാ വർഷം? 2024. ഒരു 1-2 വർഷം മുമ്പ് നടന്ന ഡെവലപ്മെന്റ് കാര്യം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ വന്ന ഡെവലപ്മെന്റും കാര്യങ്ങളും. നമ്മൾ എത്ര കൊല്ലം ബാക്കിലാണ്. അവിടെയൊക്കെ ആ ഡെവലപ്മെന്റും കാര്യങ്ങളും ആ സിസ്റ്റം ഒക്കെ അത്ര മുന്നേ സ്റ്റാർട്ട് ചെയ്തു. IPL സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? IPL വ്യൂവർഷിപ്പ് ഉണ്ടോ ഇന്ത്യയില്? എത്രാമത്തെ സീസൺ? 10ാമത്തെ സീസൺ കഴിഞ്ഞു. IPL ഇപ്പൊ ISL 10+ സീസൺസ് കംപ്ലീറ്റ് ആയി. IPL മോർ ദാൻ 15 സീസൺസ് കഴിഞ്ഞു. 2007 I guess സ്റ്റാർട്ട് ചെയ്തു, വേൾഡ് കപ്പിന് ശേഷം. ISL സ്റ്റാർട്ടിങ് ഒക്കെ കുറച്ച് എന്താ പറയാ, സ്റ്റാർട്ടിങ് നമ്മൾ നോക്കുന്ന കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ കേരള ബ്ലാസ്റ്റേഴ്സ്, ഒരു മോഹൻ ബഗാനും ഇവരെയൊക്കെ ഫാൻ ബേസാണ്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഫുട്ബോളിൽ നല്ല ഫാൻ ബേസും ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇത്ര സപ്പോർട്ട് വരുന്നത്. നിങ്ങൾ ബാക്കിയുള്ള ഗോവയിലെ മാച്ച് ആയിക്കോട്ടെ, ഇവിടുത്തെ മാച്ച് ആയിക്കോട്ടെ, സ്റ്റേഡിയം പോയി നോക്കൂ, ഭയങ്കര കുറവാണ്.
ട്രാവലിംഗ് ഫാൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റേ ഇല്ല. ആരാ ട്രാവൽ ചെയ്തിട്ടൊക്കെ പോകുന്നത്. അത്ര കോർ ഒരു കണക്ഷൻ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ വേറെ ഒരു ക്ലബിനും. പിന്നെ മലയാളികൾ എല്ലായിടത്തും ഉണ്ട്, അതാണ് ക്രൗഡ് ഒരു അസോസിയേഷൻ തുടങ്ങാൻ പാടൊന്നും. ബാംഗ്ലൂർ ഒരു പ്രോപ്പർ ലോയൽ ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാംഗ്ലൂരും കേരളം വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ആ നമ്പേഴ്സിലാണ്. ആ നമ്പേഴ്സ് നമ്മള് പ്രീമിയർ ലീഗിലോ ഇതിലോ കാണുന്ന രീതിയിലല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അങ്ങനെ തന്നെ. സോഷ്യൽ മീഡിയ കേരളത്തിലെ ഒരു ജനസംഖ്യ, കേരളത്തിന്റെ നമ്മളെ ജനസംഖ്യ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോളോവേഴ്സ് നോക്കിയാൽ തന്നെ ESL-നെക്കാൾ ഫോളോവേഴ്സ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അത് ഒരു പുതിയ പ്ലെയർ സൈൻ ചെയ്ത അവന്റെ അക്കൗണ്ടില് മില്യൺസ് ഒക്കെ ഫോളോവേഴ്സ് കൂടുന്നതൊക്കെ ഫോളോവേഴ്സ് ഭയങ്കര ആ ഇമ്പാക്ട് ഉള്ള ഒരു നാട്ടില് ഗ്രാസ് റൂട്ട് ലെവലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ആകെ 2-3 years ആയി. പക്ഷെ ഇപ്പൊ കേരള ഫുട്ബോൾ അസോസിയേഷൻ നല്ലൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് നല്ല നല്ല മാച്ചസും ഒരുപാട് പുതിയ ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നു. ഈ വർഷം ഇപ്പം ചാക്കോളാസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുമ്പേ ഉണ്ടായതായിരുന്നു, അതൊന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തെടുത്തു. അത് യൂത്ത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഏകദേശം ഓരോ ഡിസ്ട്രിക്റ്റിലും മോർ ദാൻ 50-55 ഗെയിംസ് ആണ് ഒരു ടൂർണമെന്റിൽ നടക്കുന്നത്. അതായത് ഒരു പെർ ക്ലബിന് ഒരു 10-15 മാച്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് വലിയ ലോങ് സീസൺ ഒക്കെ. ലോങ് സീസൺ ആണ്. ലോങ് ലൈക്ക് ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലും ലോങ് സീസൺ സ്റ്റാർട്ട് ചെയ്തു ഈ വർഷം തൊട്ട്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഡെവലപ്പായി വരുന്നുണ്ട്. ബട്ട് നമ്മളൊരു 10-60 വർഷം പിന്നിലാണ്. ഇവരൊക്കെ മുമ്പേ തുടങ്ങിയ സിസ്റ്റം നമ്മൾ ഇപ്പാണ് തുടങ്ങുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫ്യൂച്ചർ ഇസ് ദർ. ലൈക്ക് അടുത്തൊരു 10 yearsലൊക്കെ കാണാം. ഇപ്പോഴത്തെ തന്നെ ഇന്ത്യൻ ടീം ഇപ്പം ക്വാളിഫൈ, അതൊക്കെ വെരി അൺലക്കി തന്നെ പറയാം. അൺലക്കി എന്ന് മാത്രം പറഞ്ഞിട്ട് വരില്ല. നമ്മൾ ഇന്ത്യൻ ടീം കളിച്ച് നല്ലൊരു ലെവലിൽ എത്തണം. അതെ അതെ. നോക്കിയിട്ട് കാര്യമില്ല. ഒരു ടോട്ടൽ ഡോമിനേറ്റിംഗ് ഗെയിം ഒന്നും ഇതുവരെ ഇന്ത്യക്ക് കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. അത് നമ്മളെക്കാട്ടും പോപ്പുലേഷൻ കുറഞ്ഞ എത്രയോ രാജ്യങ്ങളുണ്ട്. നമ്മളെ 124ാമത്തെ റാങ്ക് എന്തോണ് ഇപ്പൊ. അത് 100ന്റെ അടുത്തുണ്ടായിരുന്ന ഇപ്പൊ അത്രയും പുറകിലോട്ട് പോയില്ലേ. വീണ്ടും പുറകിലേക്ക്. നമുക്ക് കോപ്പയിലോട്ട് യൂറോയിലോട്ട് തിരിച്ചു പോവാം. പുള്ളിന്ന് ബ്രസീൽ അതെ അതെ, കുറച്ചൊക്കെ ഡെഡിക്കേഷൻ വേണം. മനസ്സിലായ ഒരു പോഡ്കാസ്റ്റ് പോരാ. ടെലികാസ്റ്റ് ഇല്ലെന്നൊക്കെ ബ്രസീൽ ഫാൻസ് അറിയാലോ എങ്ങനെയാ സെറ്റ് ആണ്. മാച്ച് കാണാൻ പറ്റുന്നില്ല, അതല്ല അടുത്ത പ്രശ്നം. ഇന്ത്യയിൽ ടെലികാസ്റ്റ് ഇല്ല. ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊന്ന് ഈ 5:30 എണീറ്റ് അത് ആർക്കും കളി കാണാൻ പറ്റൂല. ഒന്ന് ടൈം സോണിന്റെ വലിയ ഫാക്ടർ വരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ബ്രോഡ്കാസ്റ്റ് ചാനൽസിന് എന്താ വേണ്ടേ? വ്യൂവേഴ്സ് വേണം. വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ലൈക്ക് ഹാഫ് ടൈമിൽ ഇതിലൊക്കെ ആഡ്സ് പുഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഈ ഒരു പോയിന്റിൽ 5:30 ഇവൻ പറഞ്ഞത് 5:30 എണീച്ച് അത്ര ലോയൽ ഫാൻസ് ഇല്ല കോപ്പയ്ക്ക്. യൂറോ ആണെങ്കിൽ വലിയ മാച്ചസ് വരുമ്പോ എന്തായാലും കാണും. അർജന്റീന ഫൈനൽ വരുമ്പോ കാണാറുണ്ട്. ഫൈനൽ വരുമ്പോഴും അർജന്റീന ബ്രസീൽ മാത്രമേ ഉള്ളൂ. അവര് തമ്മിലായിരിക്കും ഫൈനൽ വരിക. മിക്കപ്പോഴും അങ്ങനെ തന്നെയാ സംഭവിക്കുന്നത്. ഭയങ്കര ഈസി അല്ലേ, വെരി പ്രഡിക്റ്റബിൾ. ചെറിയ ചെറിയ അതിന് മുന്നേ അവര് കണ്ടുമുട്ടിയ അവിടെ ഒരു വന്ന അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ കോപ്പയും യൂറോ തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? കോപ്പ യൂറോയും ക്വാളിറ്റി, മാച്ചിന്റെ സ്റ്റാൻഡേർഡ്, മാച്ചിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ക്വാളിറ്റി എല്ലാം ഉണ്ട്. എല്ലാ രീതിയിലും ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, എനിക്ക് എല്ലാ രീതിയിലും എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഫാക്ട്സ് ആണ്. വേൾഡ് കപ്പിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് വിൻ ചെയ്തത് സൗത്ത് അമേരിക്കൻ ടീംസാണ്, യൂറോപ്യൻ ടീംസിനെക്കാട്ടും. അതൊക്കെ ഫാക്ട്സ് ആണ്. അതിൽ എനിക്ക് തോന്നിയ ഫുട്ബോൾ ഒരുപാട് മാറി. പഴയ ഗെയിമൊന്നും അല്ല, പഴയ ഗെയിം സ്റ്റൈലോ കാര്യങ്ങളോ ഇതൊന്നും അല്ല. ഇന്നത്തെ ഫുട്ബോൾ, മോഡേൺ ഫുട്ബോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. ഫുള്ളി ബേസ്ഡ് ഓൺ ടാക്ടിക്സും ഫുള്ളി ബേസ്ഡ് ഓൺ ടെക്നിക്കൽ സൈഡും. പ്ലെയേഴ്സിൻ്റെ സ്റ്റൈല് മാറി. പഴയ ഒരു 2006 വേൾഡ് കപ്പിലൊക്കെ കണ്ട സ്റ്റൈലാണോ ഇപ്പോൾ? നല്ല രീതിയിൽ മാറി. പിന്നെ 2006 കഴിഞ്ഞപ്പോഴാണ് മറ്റേ സ്വീപ്പർ കീപ്പറൊക്കെ. അതെ, അതൊക്കെ 2010 ശേഷമാണ് ടിക്കറ്റ് ഒക്കെ എല്ലാം കൊണ്ടുവന്നത്, ഫേമസ് ആയത്. ഒരു ബോൾ പ്ലേയിങ് കൂടാൻ തുടങ്ങി, കീപ്പറിന്റെ ഇൻവോൾവ്മെന്റ് കൂടാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ തന്നെ ചില ക്ലബ്സിലൊക്കെ
മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താ പോലെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയ മെയിൻ പോയിന്റ് പുള്ളി ബോൾ പ്ലേയിങ് അല്ല, ബോൾ പ്ലേയിങ് ഇല്ല, പക്ഷെ ഷോർട്ട് സ്റ്റോപ്പിംഗ്. പക്ഷെ അത് ഈ ജനറേഷനിൽ അത് ആവശ്യമുണ്ട്. ബോൾ പ്ലേയിങ് ഗോൾ കീപ്പേഴ്സ് എന്തായാലും വേണം, ടീമിന് മസ്റ്റ് ആണ്. അതാണ് ഇപ്പോഴത്തെ എല്ലാ പുതിയ അതെ. അത് മാത്രല്ല ഈ പഴയ നമ്പർ 9 പരിപാടിയൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ശരി, ഇല്ലില്ല. ടാർഗറ്റ് മാന്റെ ഇതും കുറഞ്ഞു ശരിക്കും. ഹാലൻഡ് ഒക്കെ പോലത്തെ ഒരു ബീസ്റ്റ് ഇല്ല ടീം ആകെ ഈ സിറ്റി മാത്രം. വേറെ ഒരു ക്ലബ്സിനും അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു സ്ട്രൈക്കർ ഗോൾ സ്കോറിംഗ് മാത്രം നോക്കുന്ന ഒരു സ്ട്രൈക്കറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. എല്ലാരും സ്പെയിനിന്റെ ഗെയിം എടുത്ത് നോക്കിയാൽ സ്പെയിനിൽ ആരാ ഗോൾ അടിക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. ആർക്കും വേണമെങ്കിൽ എല്ലാവരും ഇൻവോൾവ് ആ ഗെയിമിൽ. ആരാണോ ബോക്സിന്റെ അകത്തില്ല, ഫൈനൽ പാസ് ആരുടെ കയ്യിലാണോ പുള്ളി ഫിനിഷ് ചെയ്യുന്നു. ഇപ്പൊ ഇന്നലത്തെ കളിയിലൊക്കെ ഫസ്റ്റ് ഗോൾ ഔട്ട്സൈഡ് ദ ബോക്സ് ബ്യൂട്ടിഫുൾ ഗോളായിരുന്നു. പക്ഷെ ഫസ്റ്റ് ജോർജിയ അടിച്ച ഗോള് ഒരു വൻ മൂവ്മെന്റ് ആയിരുന്നു. കാരണം അത്ര നേരം ഡോമിനേറ്റ് ചെയ്ത് നിന്ന് സ്പെയിൻ ആയിരുന്നു. ഇപ്രാവശ്യം യൂറോയില് ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ ഒരു ചെറിയ ടീം വലിയ ടീം നമ്മുടെ എക്സ്പെക്ടേഷൻ ഒക്കെ അതിനപ്പുറമാണ്. സ്വിറ്റ്സർലാൻഡ് പക്ഷെ മിക്കപ്പോഴും ഫ്രാൻസിനൊക്കെ ഊക്കി വിടാറുണ്ട്. കഴിഞ്ഞ വർഷം ഇപ്പൊ ഇറ്റലി അടിച്ചില്ലേ, അങ്ങനത്തെ ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് വെരി അൺപ്രഡിക്റ്റബിൾ. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺപ്രഡിക്റ്റബിൾ ടീമാണ്. അതൊക്കെയാണ്. പിന്നെ ചെറിയ ഇഷ്ടം പോലെ ചെറിയ ടീമുണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസത്തെ ഇംഗ്ലണ്ടിന്റെ കളി കണ്ടില്ലേ, ഇത് തൊട്ടിക്കളിയായിരുന്നു. പറയാണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ 90 മിനിറ്റ് വരെ ഉറങ്ങിപ്പോയി. കളി ജയിച്ചതിന്റെ ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞു, കുറച്ച് സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ട്. അതെ, ഇവര് ഇൻഡിവിജ്വൽ സ്കില്ലും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഇവർ പെർഫെക്റ്റ് ആണ്. അതിനു വേണ്ടിട്ട് മാത്രമായിരുന്നു ഇന്നലത്തെ കളി. ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ബെല്ലിംഗമിന്റെ ഗോള് കംപ്ലീറ്റ്ലി ബെല്ലിംഗം ഡിസേർവ് ചെയ്യുന്ന ഒരു ഗോളായിരുന്നു. ഇവിടുന്ന് ഒരു ഗെയിമിൽ ഇല്ലാണ്ട് ഇവിടുന്ന് അതും ഒരു നല്ല ഗോളായിരുന്നു. നല്ല ഗോളായിരുന്നു. ഗോളൊക്കെ അടിപൊളി. ഗെയിം കണ്ട ഒരാൾക്ക് വിഷമാവും. അതൊക്കെ അത്രേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ ഇംഗ്ലണ്ട് ഫാൻസ് ഇപ്പൊ പോണ അവസ്ഥയൊക്കെ. അവര് ഡിസേർവിംഗ് അല്ല ഇന്നലത്തെ കളിയൊന്നും. ലാസ്റ്റ് മിനിറ്റിലാണ് ഗോള് കയറുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ അവര് സ്ലോവാക്യ അടിപൊളിയായിരുന്നു. അല്ല അതുപോലെ എല്ലാ ടീമിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞു വന്നത്. ഇപ്പൊ ഈ മോഡേൺ ഗെയിമില് ചെറിയ ടീം വലിയ ടീം ഒന്നുമില്ല. അത് ചെറിയ രാജ്യം എന്നോ വലിയ രാജ്യം എന്നോ ഒന്നുമില്ല. പക്ഷെ എല്ലാരും ടാലന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി നമ്മൾ സംസാരിക്കേണ്ടത് നമ്മളെ കോപ്പ അമേരിക്കയിൽ മെസ്സിക്ക് ഫൈനൽ എത്താനുള്ള എല്ലാവരും നോക്കി ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. റൗണ്ട് ഓഫ് 16 ഇല്ല. നെക്സ്റ്റ് എന്താ ക്വാർട്ടർ ഫൈനൽസിൽ മെക്സിക്കോ ആയിരിക്കും മിക്കവാറും. ഇപ്പൊ ഇത്തവണ ഇക്വഡോർ അർജന്റീനയുടെ ഇക്വഡോർ ആയിട്ടായിരിക്കും പുള്ളി ഇവരെ മാച്ച് വരിക. സെമിയിലെത്തുമ്പോൾ പെറു വെനസ്വേല ആരെങ്കിലും ആയിരിക്കും. ഫൈനല് ബ്രസീൽ ചിലി ബ്രസീൽ തന്നെ ആയിരിക്കും. രണ്ട് വെരി ഗുഡ് ടീംസ് ഫ്രം സൗത്ത് അമേരിക്ക. അതാണ് രാഹുൽജി ഇതും കൂടി ഉണ്ട്. കോമ്പറ്റീഷനില് ആകെ 14 അമേരിക്കൻ ടീമുള്ളൂ. വേറെ 2 ടീമിനെ വേറെ ഇൻവൈറ്റ് ചെയ്യണം. ഒരു ഏഷ്യൻ ടീമിനെയും ഒരു ആഫ്രിക്കൻ ടീമിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും. ഇന്ത്യക്ക് വരെ കളിക്കാനുള്ള അവസരം ഉണ്ട്. ഇന്ത്യ അങ്ങനെയാണ് അവിടെ സെയിം എഫേർട്ട് യൂറോയില് വരുമ്പോ റൊണാൾഡോക്ക് യൂറോ ഇസ് നോട്ട് ഈസി. ഇല്ല, ഈസി അല്ല, ഒട്ടും ഈസി അല്ല. റൗണ്ട് ഓഫ് 16 വേൾഡ് കപ്പ് കളിക്കാൻ വേൾഡ് കപ്പ് റൊണാൾഡോക്ക് നേടാൻ ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുറച്ചും കൂടി എളുപ്പം. കുറച്ചും കൂടി വേറെ ടീംസ് ഉണ്ട്. ചില പൂള് മാറും. യൂറോപ്യൻ ടീംസ് അവിടെ ഇല്ല. യൂറോപ്പിലാണ് മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ടീംസ്. ഇറ്റലി സ്വിറ്റ്സർലാൻഡിന്റെ ഗെയിം കഴിഞ്ഞോണ്ട് സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും നെക്സ്റ്റ് ക്വാർട്ടർ ഫൈനൽസിൽ. ഇന്ന് പോർച്ചുഗൽ ജയിച്ചാല് വരാൻ പോകുന്നു മീറ്റിംഗ്. അത് കഴിഞ്ഞാല് ഇന്ന് പോർച്ചുഗൽ ജയിക്കോ? പിന്നെ ഇന്നെന്താ നമ്മളെ സ്ട്രോങ് ടീമല്ലേ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞാല് ഇവര് കോമ്പീറ്റ് ചെയ്യേണ്ട സ്പെയിൻ, ജർമ്മനി. ഇത് കഴിഞ്ഞിട്ട് വേണം ഫൈനലില് വല്ല ഫ്രാൻസ് ആയിട്ട്. ഇംഗ്ലണ്ടിന്റെ സൈഡ് കണ്ടായിരുന്ന ഇംഗ്ലണ്ടിന്റെ ഏറ്റവും എളുപ്പമുള്ള ബോളുകൾ കമ്പയർ ടു മറ്റേ സൈഡ് നോക്കുമ്പോ ഇംഗ്ലണ്ടിന് ഈ അർജന്റീനന്റെ അവസ്ഥയാണ് ഫൈനലിൽ എത്താനുള്ള വഴി കൊടുത്തിട്ടുണ്ട്. പക്ഷെ
പക്ഷെ ഇപ്പോഴത്തെ ഫ്രാൻസിന്റെ സ്ക്വാഡ് ഇപ്രാവശ്യത്തെ ഗെയിം ഒക്കെ ഭയങ്കര ഫ്രാൻസിന്റെ ഇല്ല പഴയ നമ്മൾ കഴിഞ്ഞ സൈലന്റ് ആയി നമ്മള് ഡിസ്കസ് ചെയ്താണ്. ഫ്രാൻസിന്റെ ഗെയിം ഒരുപാട് മാറി. ഞാൻ പറഞ്ഞ മുമ്പത്തെ സീസണൊക്കെ ഫ്രാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പാണ്. അതെ, ഫ്രാൻസ് ഒരു സൈഡ് ഫ്രാൻസ് എത്തി എന്നുള്ളൊരു, പക്ഷെ ഇപ്രാവശ്യം അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. എനിക്ക് തോന്നുന്നു അവര് ബെൽജിയത്തിനെയാണ് ഫേസ് ചെയ്യണത്. ബെൽജിയം എന്ന് പറയുമ്പോ അറിഞ്ഞൂടാ ലുക്കാക്കുന്ന എന്താക്കുന്ന. എനിക്ക് തോന്നണ് എല്ലാരെയും വിഷമിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. ബെൽജിയം ഫാൻ, താങ്കളൊരു ബെൽജിയം ഫാനാണല്ലോ, ഒന്ന് പറയൂ ഇപ്പോഴത്തെ ടീമിനെ പറ്റി. ബെൽജിയം ഫാൻ ആണ്, പക്ഷെ ലുക്കാക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഡിബ്രോയിന്റെ അസിസ്റ്റുകളൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടൊരു പ്ലെയർ നല്ലാണ്ട്. ടോപ്പ് സ്കോറാണ്, ഇങ്ങനൊന്നും പറയല്ലേ. ടോപ്പ് സ്കോറാണ്, എപ്പോഴാണ് ഗോൾ അടിക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. ഏതൊക്കെ കളിയിലാണെന്ന് കൂടി ചോദിക്കണം. ഗോളൊക്കെ സ്കോർ ചെയ്യും, നല്ല സ്കോർ ചെയ്യും, പക്ഷെ ടീം 4 ഗോൾ അടിച്ച് നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ഹാട്രിക് അടിക്കും, 7 എണ്ണം ആക്കും. അങ്ങനെ ഒരു പ്ലെയറാ. ഒരു ആവശ്യം ഉണ്ടാവില്ല ആ ഗോളിനെ കൊണ്ട്. അതാണ് അങ്ങനത്തെ ഒരു ടീം. ഇനിയും ഉണ്ടല്ലോ മാച്ചസ്. പോർച്ചുഗല്, ഇപ്പൊ നമ്മള് പോർച്ചുഗൽ പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു, സ്പെയിൻ പറഞ്ഞു, ജർമ്മനിന്റെ കളി പറഞ്ഞില്ലല്ലോ. ജർമ്മനി ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ടീം. ജർമ്മനി ഡെൻമാർക്കിനെ 2-0 തോപ്പിച്ചു. ആ കളിയൊക്കെ വൻ ഡോമിനേഷൻ. മൂസിയാലൊക്കെ എന്ത് ടാലന്റ് അല്ലേ മൂസിയാല. ഇംഗ്ലണ്ട് വേണ്ട ദൂരം കളിച്ചു. അവനറിയാം ആ സൗത്ത് ഗേറ്റിന്റെ അണ്ടറിൽ ഒന്നും നേടാൻ പോകുന്നില്ല എന്നറിയാം. അവൻ കറക്റ്റ് ആയിട്ട് നാഷണാലിറ്റി സ്വിച്ച് ചെയ്ത്. ഈ ബെല്ലിംഗാമിന് കിട്ടുന്ന പകുതി ആയിപ്പ് പോലും അവന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബെല്ലിംഗാമിന്റെ ഷോട്ടൊക്കെ ഭയങ്കര ലീഗിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. എത്ര പേര് ബുണ്ടസ് ലീഗ് കാണുന്നില്ല, അതും വ്യൂവർഷിപ്പ് കുറവാണ്. പോയതിന്റെ നല്ലൊരു ലീഗ് ബുണ്ടസ് ലീഗ്. പക്ഷെ ഉണ്ട് ഈ കോപ്പ അമേരിക്ക ഒക്കെ പോലെ. അതെ, ഇവർ രണ്ടുപേരും രണ്ടുപേരേ ഉള്ളൂ. ഇടയ്ക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് കയറി വരും, 2 ടീം അടിക്കുക, അല്ലെങ്കിൽ അത്ലറ്റിക്കോ വന്നടിക്കും. ഏതെങ്കിലും ജിറോണ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ ബുണ്ടസ് ലീഗ് അങ്ങനെയാണ്, ഈ വർഷമാണ്. ബുണ്ടസ് ലീഗ് കണ്ടം ലീഗ് ആയിരുന്നു, പക്ഷെ ചേഞ്ച് ആയി. ഒരു പുതിയ ചാമ്പ്യൻ വന്നില്ല. അതൊരു ഭയങ്കര കംബാക്ക് ആയിരുന്നു അല്ലേ? ഭയങ്കര കംബാക്ക് ആയിരുന്നു. എല്ലാ ടീമുകൾക്കും ഇതുപോലെ വരാമെന്നുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ ലീഗ്. പണ്ട് ലെസ്റ്റർ ഒക്കെ വന്ന പോലെ ആ ഒരു സീസൺ അൺബിലീവബിൾ ആയിരുന്നു. അങ്ങനത്തെ ഒരു റണ്ണ് തിരിച്ചു വന്ന് റെലഗേഷനിൽ ഇരുന്ന ടീമാണ് കേറി വന്നത്. പോയി ഇപ്പൊ തിരിച്ചു വന്നല്ലോ, വീണ്ടും പ്രൊമോട്ടായി. ഈ വർഷം പ്രൊമോട്ടായില്ലേ? ഇപ്പോഴും വാടി അവിടെ തന്നെ ഉണ്ട്. ലോയൽ, ഭയങ്കര ലോയലാ. എനിക്ക് തോന്നുന്നു ഹാരി കെയ്നെക്കാളുള്ള ഒരു കരിയർ വാടിക്കുണ്ട്. എന്ത് ഹാരി കെയ്ന് ഗോളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് ട്രോഫി ഉണ്ടാ? ഇംഗ്ലണ്ട് ട്രോഫി അടിക്കോ? ഭാഗ്യം കെട്ട പ്ലേയേഴ്സ്. ടാലന്റ് വൈസ് അല്ല ഹാരി കെയ്നൊന്നും ബീറ്റ് ചെയ്യാൻ പ്രീമിയർ ലീഗിൽ ഒരു ഇല്ല. അത് സ്ട്രൈക്കർ മാത്രമല്ലല്ലോ, സ്ട്രൈക്കർ മാത്രല്ല, ഒരു പ്ലേ മേക്കറും കൂടിയാണ്. പ്ലേ മേക്കറുമാണ്. അസിസ്റ്റിന്റെ ഡീപ്പായി കളിക്കും, നല്ല ഡീപ്പായി ഇറങ്ങി കളിക്കും. ഗെയിമിന് ഭയങ്കര ഇൻവോൾവ് ആവുന്ന പ്ലെയറാണ്. പക്ഷെ ഇതന്നെ പുള്ളി ഇവിടുന്ന് സ്വിച്ച് ചെയ്തു. ടോട്ടനം ഒരിക്കലും കപ്പടിക്കാൻ പോവില്ല. 16 വർഷമായിട്ട് കപ്പടിച്ചിട്ടില്ല. പുള്ളി കുറച്ചും കൂടി മുന്നേ മെഴുകും. അല്ല, പുള്ളി മറ്റേ അലൻ ഷീററിന്റെ റെക്കോർഡ് വെട്ടിക്കാനാണ് നിന്നേന്ന് പറഞ്ഞു. ലൈക്ക് 350 ഗോളാ, എത്രയോ ഗോളില്ലേ? അതിനു വേണ്ടി കപ്പൊന്നും അടിച്ചില്ല. എന്നിട്ട് കപ്പടിക്കാൻ പോയ സ്ഥലത്ത് ഇപ്പൊ കപ്പുമില്ല. സത്യം. പോയിട്ടും പുള്ളി ടോപ്പ് സ്കോറൊക്കെ തന്നെ. എങ്ങനെ എത്ര ഫോമൗട്ട് ആണെങ്കിലും അവർക്ക് ഒരു ട്രോഫി ഒരു സീസൺ അത് എങ്ങനെ പ്രാവശ്യം അതും ഇല്ലാണ്ടായി. പ്രശ്നമാണോ അത്? വളരെ എന്താ പറയാ, ഭാഗ്യം കിട്ട വല്ലാത്തൊരു കേസാണ്. പിന്നെ ഉണ്ട് നെതർലാൻഡ്സിന്റെ ഒക്കെ കളി വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ മരൊക്കെ ഉണ്ട്. പക്ഷെ ആ കളിയൊക്കെ എനിക്ക് തോന്നുന്നു പഴയ പോലെ ഒന്നും ഇല്ല. ഫോമൊക്കെ
അവർക്ക് ഗോൾ അടിക്കാനൊക്കെ ഒരു കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്തുകൊണ്ട്. അവർക്കൊരു നല്ല സ്ട്രൈക്കർ ഇല്ല നെതർലാൻഡിന്. ഗ്യാപ്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ട്രൈക്കർ. അപ്കമിങ് അല്ലേ, എക്സ്പീരിയൻസ് കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ നല്ലതായിട്ട് പെർഫോം ചെയ്തു. അതെ, ഇപ്പൊ ഫ്രണ്ടിൽ കളിക്കുന്നത് മെംഫിസ് ഡിപ്പായ് ആണ്. ഡിപ്പായ് പിന്നെ ഒരു ആവറേജ് പ്ലെയർ ആയതുകൊണ്ട് യുണൈറ്റഡിൽ ഉണ്ടായിരുന്നു. അത് അതിന്റെ ഇടയിൽ കൂടെ യുണൈറ്റഡ് മുന്നേ അവൻ നല്ലൊരു ഹൈപ്പ് കിട്ടിയ ഒരു ടാലന്റ് ആയിരുന്നു. എന്താ പറയാ, ട്രാൻസ്ഫർ തന്നെ നമ്പർ 7 ഒക്കെ കൊടുത്ത് വന്നിട്ട് ലാസ്റ്റ് ഭയങ്കര ഹൈപ്പായിരുന്നു. പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഗോൾ ഉണ്ട്, ലോങ് റേഞ്ചർ ഭയങ്കര ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമായിരുന്നു, നല്ലോണം കളിക്കുമായിരുന്നു. പക്ഷെ യുണൈറ്റഡിന്റെ ഒരു എന്തോ ആ സിസ്റ്റത്തില് വർക്കായില്ല. കോച്ചിന്റെ പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു ടീം. പിന്നെ ടർക്കിനെ നമ്മള് എപ്പോഴും ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അവരിപ്പോഴും ഉണ്ട്. ഇത് പറഞ്ഞ ആ ടീം പോർച്ചുഗലായിട്ട് പോർച്ചുഗലിന്റെ സെക്കൻഡ് ടീം ആയിരുന്നു. അല്ലല്ല ആ കളിയല്ല, മറ്റേ ഇവര് 1 ഗോൾ അടിച്ചില്ലേ, ഡൗൺ ആയോ 3-1 ജയിച്ചു പോർച്ചുഗല്. സെക്കൻഡ് മാച്ച് ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് മാച്ച് ഗ്രൂപ്പ് സ്റ്റേജില് ടഫായിട്ട് നിൽക്കണ കളിയായിരുന്നു. 1-0 ഡൗൺ ആയിരുന്നെങ്കിലും പിന്നെ ഒരു 1 ഗോൾ കൺസിഡർ ചെയ്തപ്പോ അവര് മൊത്തത്തിൽ തീർന്നു ടർക്കി. പക്ഷെ അവര് തിരിച്ചെത്തി, ഇപ്പൊ റൗണ്ട് ഓഫ് 16 ഉണ്ട് അവര്. ആ കളി നല്ല രസം. പിന്നെ ഒരു ടീം കൂടി ഉണ്ട് രാഹുൽജി, ഓസ്ട്രിയയും ടർക്കിയാണ് തോന്നുന്നു. ലൈക്ക് ഓസ്ട്രിയയുടെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഫ്രാൻസ് ഡെഡ്ലി ഗ്രൂപ്പ്. ഫ്രാൻസിന് ഈ പ്രാവശ്യം എന്തോ സംഭവിച്ചിട്ടുണ്ട്. ടീമിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. സെയിം സ്ക്വാഡാ. കാൻഡെ വരെ ഉണ്ട്. വേറെ രാജ്യത്തോട്ട് പോയ കാൻഡെ വരെ കളിക്കണോണ്ട് ഒരു കൺട്രോൾ ഉണ്ട് മിഡില്. അതിനപ്പുറത്തേക്കൊന്നും തോന്നല. ഇപ്രാവശ്യം മെസ്സിയും റൊണാൾഡോന്റെയും സാന്നിധ്യം ഇല്ലാത്തൊരു കോപ്പയും യൂറോ ആണ്. രണ്ടുപേരും ഗോൾ അടിച്ചില്ല, ഒരു അസിസ്റ്റന്റ് ഒന്നും ഉണ്ട്. കളിക്കണൊക്കെ ഉണ്ട്, ടീമിൽ ഇൻവോൾവ് ആണ്. പക്ഷെ നോക്കിയാൽ തന്നെ റൊണാൾഡോ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഗെയിമിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പഴയ ഇല്ല സ്കോറിംഗ് പരിപാടികളെല്ലാം അതൊന്നുമില്ല. കഴിഞ്ഞ സീസൺ റൊണാൾഡോ 5 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്കായിരുന്നു. അതെ അത് 5-5 ടൈ ആയിരുന്നു. പക്ഷെ അസിസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം അസിസ്റ്റിന്റെ ഇതിൽ കൊടുത്തതാ. അല്ല കിട്ടി, ഗോള് കിട്ടി, അത് കിട്ടി. ഇപ്പൊ ഈ വർഷം തന്നെ ഒരു ഗോളും കൂടി സ്കോർ ചെയ്ത റെക്കോർഡ് ജനറേറ്റ് കഴിഞ്ഞിട്ട് ഒരു കളി കളിച്ച റെക്കോർഡ് ജനറേറ്റ് ആ ലെവലിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്താലും റെക്കോർഡാണ്. ഇപ്പൊ ഒരു അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂറോയില്, മോസ്റ്റ് അസിസ്റ്റ്. ഏറ്റവും കൂടുതൽ യൂറോ കളിച്ച പ്ലെയർ 6 സീസൺ, ആറാമത്തെ യൂറോ ആണ്. അടുത്ത വേൾഡ് കപ്പും കൂടി കളിച്ച അടുത്ത വേൾഡ് കപ്പ് കൂടി നോക്കാം. പറഞ്ഞില്ലേ റൊണാൾഡോന്റെ മോൻ ഒപ്പം കളിക്കണമെന്ന് 2026 അതും നടത്തും. പോർച്ചുഗല് ആ ടീം ചിലപ്പോ അണ്ണനെ നിർത്തുമായിരിക്കും, ചിലപ്പോ അതിന് വേണ്ടിട്ട്, ആ ഒരു മൊമെന്റിന് വേണ്ടിട്ട്. നടക്കുന്നൊന്നുമില്ല, അതൊക്കെ കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയില്ലേ. ഡ്രാമാറ്റിക് ആണ്, പക്ഷെ അത് നടത്തി കഴിഞ്ഞാൽ ചരിത്രമായിരുന്നു. പുള്ളി കോച്ചിനോട് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടല്ലോ, റൊണാൾഡോനെ എന്തിനും സ്കോഡിലെടുത്ത്. റൊണാൾഡോന്റെ സ്റ്റാറ്റ്സ് ആണ് റൊണാൾഡോനെ ചൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റ് ഇല്ലെങ്കിൽ ആരെങ്കിലും ചൂസ് ചെയ്യാം? ഇല്ല. സൗദി ലീഗാണ് ഇപ്പൊ എല്ലാവരും സൗദി ലീഗിനെ പറ്റി സംസാരിക്കുന്നത്. ഈ സൗദി ലീഗിൽ ബെൻസിമ കളിക്കുന്നുണ്ട്, മാനെ കളിക്കുന്നുണ്ട്, കാൻറ്റെ കളിക്കുന്നുണ്ട്. എല്ലാവരും യൂറോപ്പിലെ ഒരുപാട് പേര്. അവരെ പറ്റി സ്റ്റാറ്റോ ഇല്ല, ഒന്നുമില്ല. നെയ്മർ വെറുതെ ബെഞ്ചിലിരുന്ന് കപ്പടിച്ചു. അതെ, ബെഞ്ചിലിരുന്ന് കപ്പടിച്ചു. അതാണ് ഇത്രയും ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ലീഗായിട്ട് പോലും ഫാമേഴ്സ് ലീഗാണ്, ലോക്കൽ ലീഗാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ലീഗാണെങ്കിലും പുള്ളിയുടെ ഒരു ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഹാലൻഡിനെ ഇവരൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ഹാലൻഡിനെ പോലത്തെ ബീസ്റ്റിനൊക്കെ വെച്ചിട്ട് ഞാൻ ഈ സീസൺ ഹാലൻഡിനെക്കാട്ടി ഗോൾ അടിച്ചു. അതൊന്നും ഇതില് 35 ഗോൾസാണ് ഇവർക്ക് അടിച്ചത്.
ക്ലബിന് വേണ്ടി അൽ നാസറിന് വേണ്ടി സ്കോർ ചെയ്തത്. ബാക്കി ഗോൾസ് ഇന്റർനാഷണൽ ഗോൾസാണ്. അറൗണ്ട് 50 ഉണ്ടെന്ന് തോന്നുന്നു. അറൗണ്ട് 51 ഗോൾസ് 50 ഗോൾസ് അങ്ങനെ എന്തോ ആണ്. അസിസ്റ്റും ഉണ്ട്, അണ്ണന് അസിസ്റ്റും ചെയ്യാറുണ്ട്. അതാണ് പുള്ളിയുടെ ഒരു ടച്ച് ഒന്നും പോയില്ല. പുള്ളി സ്റ്റിൽ ലൈവ്. അത്യാവശ്യം ഒരു ഏത് സ്ട്രൈക്കറിനാണ് അതേ ഇതിലും ചെറിയ ഏജ് ഗ്രൂപ്പിലില്ലേ പ്രോ സ്ട്രൈക്കേഴ്സ് ആ ലീഗിൽ ഉണ്ടാവണ്ടേ? ആരെങ്കിലും എന്നാ റൊണാൾഡോന്റെ അടുത്തുണ്ടോ? കഴിഞ്ഞ വർഷമാണെങ്കിലും റൊണാൾഡോക്ക് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് അവിടെ. റൊണാൾഡോന്റെ പേഴ്സണൽ ബെസ്റ്റ് അല്ലാത്തതുകൊണ്ട് ആരും അധികം ഇത് ചെയ്തില്ല. 25 ഗോൾസ് ഉണ്ട്. ഇന്റർനാഷണൽ ഓക്കെ. ഈ സൗദി ലീഗില് പ്ലേയേഴ്സും സൗദി ലീഗില് ബെൻസിമ റിട്ടയർ ചെയ്ത് സൗദി ലീഗിലേക്ക് പോയി. എവിടുന്ന്? റയൽ മാഡ്രിഡ്. ആ വർഷം ഏറ്റവും ഗോൾ സ്കോർ ടോപ്പ് സ്കോർ ആരാ? ലാലിഗ ടോപ്പ് സ്കോർ അല്ലേ? ബാലൻഡിയോർ അടിച്ചിട്ടാ പോയെ. എവിടെ നിങ്ങളെ ഇത്ര പെട്ടെന്ന് ആ സീസൺ കഴിഞ്ഞിട്ട് ഒരു സീസൺ കൂടി ഉണ്ടായിരുന്നു. ബാലൻഡിയർ അടിച്ചത് റയല് കപ്പടിച്ച സീസണിലല്ലേ? അത് കഴിഞ്ഞിട്ട് സിറ്റി ആയിട്ട് തോറ്റായിരുന്നല്ലോ ചാമ്പ്യൻസ് ലീഗില്. അത് കഴിഞ്ഞപ്പോഴാ പോയത് അല്ലേ? ആ സീസണിലും പുള്ളിയായിരുന്നല്ലേ ടോപ്പ് സ്കോർ? പുള്ളിയുടെ ഗോൾ സ്കോറിംഗ് ഉണ്ടല്ലോ പോയല്ലോ. ഇവരൊക്കെ ലെജൻസ് ആണ്. നമ്മള് ആക്ച്വലി വി ഷുഡ് ബി ലക്കി സീയിങ് ക്രിസ്ത്യാനോ ആൻഡ് മെസ്സി. ഈ ഫാൻ ഫൈറ്റിന്റെ അപ്പുറം വലിയൊരു സംസാരത്തില് നമ്മള് ശരിക്കും ഇങ്ങനത്തെ ഒരു ജനറേഷൻ പ്ലേയേഴ്സിനൊന്നും ഇത് കാണാൻ പറ്റില്ല. നമ്മൾ ഈ 2 ജനറേഷൻ പ്ലേയേഴ്സിനെ കാണുന്നു. അവരെല്ലാം കണ്ടു. അവരുടെ റെക്കോർഡൊന്നും വെട്ടിക്കാൻ പറ്റില്ല. സുനിൽ ഛേത്രിന്റെ ഒരു ഇന്റർവ്യൂല് പുള്ളി പറയുന്നുണ്ട് ഹാലൻഡിന് റൊണാൾഡോന്റെ റെക്കോർഡ്, അതായത് റൊണാൾഡോ ഇന്ന് റിട്ടയർ ആയിട്ടാ റൊണാൾഡോന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എല്ലാ സീസണിലും 45+ ഗോൾസ് 16 ഇയേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണം. എന്നാൽ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ അൺബിലീവബിൾ ടാസ്ക് ആണ്. അറിയില്ല, നോക്കാം. പിന്നെ ഇപ്പം കുറച്ചും കൂടി ഹൈ ഇന്റൻസിറ്റി ഗെയിം കാര്യങ്ങളൊക്കെ ആയി. ഫുട്ബോൾ മാറി. അത് മാറി പണ്ടനെ ലീഗ് മാറ്റിച്ചു എന്നാണ് പറയണത് എല്ലാരും. അങ്ങനെയും കേൾക്കുന്നുണ്ട് അല്ലേ? യുണൈറ്റഡ് ഫാനായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല രാഹുൽജിക്ക്. അപ്പം ഇന്നത്തെ റൊണാൾഡോനെ മെസ്സിനെയും സ്മരിച്ചുകൊണ്ട് നിർത്തിയാലോ? ഓക്കെ, സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്. ഫോർ മൈ ഫുട്ബോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഞെക്കണം. നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അടിച്ചു പൊട്ടിക്കുക. ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാരും അടിച്ചു കയറി ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഇന്ത്യൻ റൂട്ട് ഫുട്ബോളിലേക്കൊക്കെ കടക്കാം. അത് മാത്രമല്ലല്ലോ, സീസൺ ട്രാൻസ്ഫർ വിൻഡോ സംസാരിക്കണം. ഇഷ്ടം പോലെ ടോപ്പിക്സ് ഉണ്ട്. എപ്പിസോഡ് വരാണ്ട് ട്രാൻസ്ഫർ ന്യൂസിനെ പറ്റിട്ടൊക്കെ. അപ്പം അതെല്ലാം അറിയണമെങ്കിൽ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം.